വിവാദങ്ങൾ വനിതാ മതിലിന് പ്രസക്തി കൂട്ടിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. വനിതാ മതിൽ ചരിത്രമാകുന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കോടിയേരി പറഞ്ഞു. പലപ്പോഴും സ്ത്രീ സമൂഹം ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല. സ്ത്രീ സമൂഹത്തിനിടയിൽ ചർച്ചാ വിഷയമാക്കാൻ ഈ സംരംഭം സഹായകരമായി. അത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അതിന് സഹായകരമാവുകയാണ് ചെയ്തത്. കേരളത്തിൽ നവോത്ഥാന ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്ന് എഴുതി ചേർക്കുന്നതെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. LDF പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ബഹുജന പിന്തുണയോടുകൂടിയായിരിക്കും വനിതാ സാന്നിധ്യം കൊണ്ട് ഈ മതിൽ ശ്രദ്ധേയമാണ്. നവോത്ഥാന പോരാട്ടത്തിന്റെ മറ്റൊരു അധ്യായമായി 2019 ജനുവരി 1 മാറുമെന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി പ്രതികരിച്ചു. ഈ നവോത്ഥാന ചരിത്രം തുടരുകയാണ്. ആ തുടർച്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരിടമായിരിക്കും ഈ 2019 ഈ പുതുവർഷം ജനുവരി 1 എന്ന് പറയുന്നത്. വനിതാ മതിൽ ചരിത്രമാകുമെന്നായിരുന്നു റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെയും പ്രതികരണം. ഭരണഘടനാപരമായ അവകാശം കൂടിയാണ് ഈ പറയുന്ന രീതിയിലുള്ള സ്ത്രീകൾക്ക് സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ഒക്കെയുള്ള അവകാശമുള്ളതാണ്. സ്ത്രീകളുടെ സമത്വത്തിനും നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണവുമായാണ് വനിതാ മതിൽ ഉയരുന്നതായിരുന്നു മന്ത്രി AC മൊയ്തീന്റെ പ്രതികരണം. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ, സ്ത്രീകൾ ഈ മുന്നേറ്റത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിനെ പ്രാചീന യുഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് വനിതാ മതിലിനെതിരെ നടന്ന പ്രചരണങ്ങളെന്നായിരുന്നു മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചത്. കൂടുതൽ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ മുന്നേറ്റമാണ് ഈ കേരളത്തിലുണ്ടാകുന്നത്. വനിതാ മതിൽ സ്ത്രീകളുടെ ആവശ്യവും അഭിമാനവുമാണെന്നായിരുന്നു CK ജാനു വനിതാ മതിലിനെ കുറിച്ച് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് 24. This is 24.